ഐക്യനാട്ടിൽ 2020 വിട്ടവരുടെ പുതിയ രാഷ്ട്രീയ യാത്ര. UDFിൽ പുതിയ മുഖങ്ങൾ മത്സരരംഗത്ത്. ഐക്യനാട് ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം ഈ വർഷം കൂടുതൽ നിറങ്ങളുടെ സമന്വയമായി മാറുകയാണ്. 2020യുടെ പ്രവർത്തന രീതിയിലും ഏകാധിപത്യ സ്വഭാവമുണ്ടെന്ന് ആരോപിച്ച് അതൃപ്തി പ്രകടിപ്പിച്ച് പുറത്തുവന്ന നേതാക്കളും പ്രവർത്തകരും ഇപ്പോൾ UDF നിരയിലേക്ക് ചേക്കേറുകയാണ്. പുതിയ ആശയങ്ങളെയും പ്രവർത്തന രീതികളെയും മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇവർ രാഷ്ട്രീയ വേദിയിൽ പുതിയതായി തുടക്കം കുറിക്കുന്നത്. 2020ക്ക് വിജയസാധ്യത വളരെ മോശമായ രീതിയിലുള്ള ഒരു രീതിയാണ് കാണുന്നത്. കാരണം കഴിഞ്ഞാൽ കഴിഞ്ഞ 5 വർഷക്കാലം മുമ്പ് ഇവിടെ വന്ന് തുടങ്ങിയ സമയത്ത് പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും നിറവേറ്റാൻ സാധിച്ചിട്ടില്ല. പാവപ്പെട്ട ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് നടപ്പാക്കുമെന്ന് പറഞ്ഞു. അത് പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് പാർട്ടിയുടെ പേര് പറഞ്ഞ് അടച്ചുപൂട്ടി. പിന്നെ നമ്മുടെ കോർണർ മീറ്റിങ്ങുകളിലെല്ലാം 2020യുടെ ചെയർമാൻ പറഞ്ഞു സുപ്രീം കോടതി പോയാലും ഞാൻ തുറക്കുമെന്നാണ് പറഞ്ഞത്. നമ്മൾ ജനങ്ങളൊന്നും അങ്ങോട്ട് ചോദിച്ചിട്ടല്ല, പുള്ളി ഇത് ഇങ്ങോട്ട് പറഞ്ഞതാണ്. അതുപോലെ തന്നെ 50% മുതൽ 85% വരെ മരുന്ന് വില കുറച്ച് കൊടുക്കുന്നു. ഐക്യനാട് പഞ്ചായത്തിൻ്റെ 5-ാം വാർഡിൻ്റെ ഇന്ദ്രാഞ്ചിറ മൈതാനത്തിൽ നിന്നാണ് പുള്ളി ഇത് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ കമ്മിറ്റി മെമ്പർമാരുടെ വീടുകളിലൊക്കെ മീറ്റിംഗ് കൂടിയ സമയത്ത് ഇവർ പറഞ്ഞാണ്. പിന്നെ ഇലക്ഷൻ്റെ സമയത്ത് കുടുംബശ്രീ കഴിഞ്ഞ ഭരണസമിതിയിൽ നിന്നും ഐക്യനാട് പഞ്ചായത്തിൽ ഒരു വാർഡിൽ 6-7 കുടുംബശ്രീകളെ ഉണ്ടായുള്ളൂ. 2020 വന്നപ്പോൾ കുടുംബശ്രീകളുടെ എണ്ണം കൂട്ടി. അത് കഴിഞ്ഞാൽ കുടുംബശ്രീ പെണ്ണുങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഗൃഹോപകരണങ്ങൾ, വീട്ടിലേക്ക് വേണ്ട ഗൃഹോപകരണങ്ങൾ 50% വിലക്കുറവിൽ കൊടുക്കാമെന്ന് അവർ പറഞ്ഞായിരുന്നു. അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ജനങ്ങൾ ഇതിലേക്ക് ആകർഷകരായിട്ട് വന്നത്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിറവേറ്റാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ 2020 ചെയർമാൻ പറയുന്നുണ്ട് 14 കോടി രൂപ ഐക്യനാട് പഞ്ചായത്തിൽ ബാക്കിയുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ഞാൻ ഈ ഐക്യനാട് പഞ്ചായത്തിൽ ഒരു വിവരാവകാശം വെച്ച് കഴിയുമ്പോൾ എനിക്ക് കിട്ടിയേക്കുന്നത് 13 കോടി ചില്ലറയാണ് അതിനകത്ത് ബാക്കിയുള്ളത്. അതിൽ കഴിഞ്ഞ ഭരണസമിതിയുടെ 7 കോടി 59 ലക്ഷം രൂപയാണ് കഴിഞ്ഞ ഭരണസമിതിയുടെ ബാക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ ഭരണസമിതിയുടെ ബാക്കിയിരിക്കുന്നതോട് കൂട്ടിയാണ് ഈ തവണ പുള്ളി 13 കോടി ചില്ലറ എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇവർ ഭരിച്ച 5 വർഷം 5 കോടി ചില്ലറ ബാക്കിയുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ കുടിവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട 1.5 നമുക്കിവിടെ കുടിവെള്ളമുള്ളൂ. ഈ പഞ്ചായത്തിൻ്റെ മൂക്കിൻ്റെ താഴെയുള്ളൊരു പമ്പ് ഹൗസ് ഉണ്ട്. ആ പമ്പ് ഹൗസ് നന്നാക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ചിറ നന്നാക്കി കെട്ടി സംരക്ഷിക്കാനോ ഒന്നും ഈ 2020യുടെ ഒരു പഞ്ചായത്ത് ഭരണസമിതിക്കും സാധിച്ചില്ല. അവർ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത ഒരു കിണർ 10-45 ഒരു കുളം 10-45 ലക്ഷം രൂപ മുടക്കിയാണ് നന്നാക്കിയേക്കുന്നത്. എന്ത് പ്രയോജനം അതിന്? ആർക്കും വേണമെങ്കിൽ വന്ന് നോക്കാവുന്നുള്ളൂ. കനാലിൽ വെള്ളം വരുമ്പോൾ അതിൽ വെള്ളം ഉണ്ടാവും. കനാലിൽ വെള്ളം നിർത്തിക്കഴിഞ്ഞാൽ ആ വെള്ളം ഇറങ്ങി തിരിച്ചിറങ്ങി പോകും. ആ രീതിയിലൊരു കുളമാണ് 45 ലക്ഷം രൂപ മുടക്കി കൊണ്ടുവന്നിരിച്ചത്. ഇവിടെ മൂശാരിപ്പടിയിലുള്ള ഇന്ദ്രാഞ്ചിറ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പമ്പ് ഹൗസ് ഉണ്ട്. ആ പമ്പ് ഹൗസ് നവീകരിക്കാനൊന്നും ഇവർക്ക് സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിലൊന്നും ഒരു കാര്യം ഇവർ ചെയ്തിട്ടില്ല. പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് ചലഞ്ച് എന്ന് പറയുന്നത് സ്ട്രീറ്റ് ലൈറ്റ് ചലഞ്ച് 2020 ഫണ്ടല്ലല്ലോ. ഇതിനകത്ത് സർക്കാരിൻ്റെ പഞ്ചായത്തിൻ്റെ ഫണ്ടുണ്ട്. പിന്നെ ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയ ഫണ്ടുണ്ട്. ഇങ്ങനെ ഒരു വ്യക്തികൾ കൊടുത്തുണ്ട് 5000 രൂപയും 2500 രൂപ വെച്ച് ജനങ്ങൾ കൊടുത്ത ഫണ്ടുണ്ട്. പിന്നെ ഇവർ ഇട്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അവകാശവാദം ഉന്നയിക്കേണ്ട കാര്യമില്ലല്ലോ. ജനപങ്കാളിത്തത്തോടുകൂടി ഇട്ടേന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാം. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞതിൽ നിന്നും നമുക്ക് ഇവർ നടപ്പാക്കാത്തതുകൊണ്ട് നമ്മളൊക്കെ ആദ്യകാലങ്ങളിൽ 2020യുടെ കൂടെ 4 വർഷക്കാലം നമ്മൾ പ്രവർത്തിച്ചതാണ്. പക്ഷേ ഈ മോഹന വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിൽ കൂടെ ഉള്ള വർക്കുകൾ മാത്രമാണ് 2020ക്കുള്ളൂ. പ്രവർത്തനം ഒന്നും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നില്ല. ഇവിടെ അംഗനവാടിയൊക്കെ ആണെങ്കിലും കുറേ അംഗനവാടികൾ പൊളിച്ചിട്ടേക്കുന്നു, അത് പുനരുദ്ധരിച്ചിട്ടില്ല. അങ്ങനെ ഓരോരോ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങളൊക്കെ ഇത്തവണ മാറി ചിന്തിക്കുമെന്ന് പറയാനുള്ള കാരണം. നമ്മൾ വോട്ട് ചോദിച്ചു പോയ വീടുകളിലൊക്കെ നല്ലൊരു ജനപിന്തുണയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടുമായിട്ടാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഈ തവണ 2020ക്ക് അത് വളരെ ദോഷം ചെയ്യും. അവരുടെ ഭരണത്തിനെ പറ്റിയുള്ള ജനങ്ങളുടെ വിശകലനം വളരെ മോശമായ ഒരു അഭിപ്രായമാണ് ഐക്യനാട് പഞ്ചായത്തിൽ. 2020 ഭരണസമിതിയുടെ കാലത്തുണ്ടായിരുന്ന കുറവുകൾ ചൂണ്ടിക്കാട്ടിയതിനാൽ ഹരിതകർമ്മസേനയിലെ ഒരു വനിതാ അംഗത്തെ പുറത്താക്കിയിരുന്നതായി UDF ആരോപണം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ അതേ വനിത തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി അരങ്ങേറ്റം കുറിക്കുന്നത്. നമ്മളെ ഈ 5 വർഷക്കാലം മാനസികമായിട്ടുള്ള പീഡനങ്ങളാണ് ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് നമുക്കുണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒരു ലിമിറ്റ് ഉണ്ട് എല്ലാ കാര്യങ്ങളിലും. അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാനൊരു തൊഴിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ആ തൊഴിലിൽ നിന്ന് വരെ അവർ രാഷ്ട്രീയമല്ല, അവരുടെ ഒരു രാഷ്ട്രീയമല്ല 2020 അല്ല എന്നുള്ളതിൻ്റെ പ്രത്യേകത കൊണ്ട് അവരെന്നെ അതിൽ നിന്ന് മാറ്റി നിർത്തി ഒരു കൊല്ലക്കാലം എൻ്റെ ഉപജീവനമാർഗ്ഗം മുടക്കിയ ഒരു പ്രസ്ഥാനമാണ് 2020 എന്ന പ്രസ്ഥാനം. അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ജനങ്ങളിൽ ഒരു മാറ്റം വരിക. കാരണം ഇവർ മോഹന വാഗ്ദാനങ്ങൾ മാത്രമാണ് ചെയ്തതെന്നുള്ളത് ഞാൻ 3.5 വർഷക്കാലം ഹരിതകർമ്മസേന പ്രവർത്തിച്ചതുകൊണ്ടും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഞാൻ പാലിയേറ്റീവിലും കുടുംബശ്രീയിലും ഒക്കെ എനിക്ക് ഇവർ മാനസിക പീഡനങ്ങളാണ് ഈ 5 വർഷക്കാലം എനിക്ക് തന്നത്. അതുകൊണ്ട് ഒരു നല്ലൊരു പ്രവർത്തനം ജനങ്ങളിലേക്ക് കാഴ്ചവെക്കാനും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ഭരണസമിതി 5 കൊല്ലം ഇരുന്ന പ്രവർത്തനങ്ങൾ അവർ സാക്ഷനായി പോയത് മാത്രമേ ഇവർ ചെയ്തിട്ടുള്ളൂ.
കാരണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ദിരാഞ്ചിറ, ഈ പുത്തഞ്ചിറ എന്ന് പറഞ്ഞ പോലെ ഐക്യർണ ചിറ, ഇങ്ങനെ ചിറകളെല്ലാം ഒരു പ്രവർത്തനം നടത്തിയിട്ടില്ല. ഇവർ എന്തെങ്കിലും ഒരു കാട് വെട്ടി ഒരു ഉദ്ഘാടനം നടത്തുക എന്നല്ലാതെ ഒരു പ്രവർത്തനങ്ങളും ഇവർ ചെയ്തിട്ടില്ല. വെറുതെ ഒരു ഫണ്ട് 12 കോടി അല്ലെങ്കിൽ 20 കോടി കൊണ്ടുവന്ന് നമ്മുടെ ബാങ്കിൽ അക്കൗണ്ട് ഇട്ടിട്ട് കാര്യമില്ല. പൊതുജനങ്ങളുടെ ഫണ്ടാണത്. പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കണം. അതിനു വേണ്ടി പ്രവർത്തിക്കുന്നുള്ള ഒറ്റ ദൃഢവിശ്വാസത്തിലേക്കാണ് ഞാൻ ആദ്യമായിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത്. രാഷ്ട്രീയം ഒരുപാട് നമുക്കറിയാം, രാഷ്ട്രീയങ്ങളിലൊക്കെ കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. 2020 വിട്ടിറങ്ങിയ മറ്റ് പ്രവർത്തകരും UDF സ്ഥാനാർത്ഥികളായി ജനങ്ങളുമായി ആശയവിനിമയം ആരംഭിച്ചിരിക്കുകയാണ്. മേഖലയിൽ യഥാർത്ഥ ജനാധിപത്യവും സുതാര്യതയും ഉറപ്പാക്കാനാണ് ഈ സംഘം രംഗത്തെത്തുന്നതെന്നാണ് ഇവരുടെ നിലപാട്. ഐക്യനാട്ടിലെ ഈ മാറ്റങ്ങൾ പഞ്ചായത്തിലെ രാഷ്ട്രീയ രസതന്ത്രത്തിന് പുതിയ രൂപം നൽകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. 2020 പ്രവർത്തനങ്ങളിൽ നിന്നുള്ള നിരാശയും UDFിൽ ലഭിച്ച പുതിയ അവസരവും ചേർന്ന് ഇവിടെ ശക്തമായ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനാണ് സൂചന നൽകുന്നത്. ജനങ്ങളുടെ വികസനം, സ്വകാര്യത, ജനാധിപത്യ പ്രവർത്തനം തുടങ്ങിയ കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന സാഹചര്യത്തിൽ ഈ പുതിയ സ്ഥാനാർത്ഥികളുടെ വരവ് ഐക്യനാട് രാഷ്ട്രീയത്തിൽ നിർണായക മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, സി ന്യൂസ് മലയാളം.